ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നമ്മുടെ ഫിബോയെ ഒന്ന് ഡ്രോ ചെയ്യാം. നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ഡ്രോ ചെയ്തവർക്ക് എന്താണ് നമ്മുടെ സ്ട്രാറ്റജി, എങ്ങനെയാണ് ലൈൻ ഡ്രോ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ 940 ക്യാൻഡിലിൽ നമ്മൾ ഫിബോയെ പ്ലോട്ട് ചെയ്യുന്നു. ഫിബോയെ പ്ലോട്ട് ചെയ്ത് 0.6% നമ്മൾ നമ്മുടെ ലൈനിനെ ഡ്രോ ചെയ്യുന്നു. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് വയ്ക്കുന്നു. ആ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ട്രേഡിൽ എൻട്രി എടുക്കുന്നത്, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഡൗൺഫോളാണ്. എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞാലും ഇന്ന് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഓവറോൾ കൺവിക്ഷനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരു പുട്ട് സൈഡ് എൻട്രി എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ലൈനിൻ്റെ അടുത്ത് എവിടെയെങ്കിലും മാർക്കറ്റിൻ്റെ ഒരു ക്ലോസോ റിജക്ഷനോ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി ഇനിയൊരു 1.31 മിനിറ്റ് ബാക്കിയുണ്ട് ക്യാൻഡിലിൻ്റെ ക്ലോസിൽ. സോ ഒരുപാട് പേര് ബൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ കൺവിക്ഷൻ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ ഓവറോൾ കൺവിക്ഷൻ മനസ്സിലാക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സോ അത് സിമ്പിളായ കാര്യമാണ്. നമ്മൾ കൂടുതൽ എവിടെയാണ് സ്റ്റോപ്പ് ലോസസ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോയിട്ടുണ്ട്. R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് CPRൻ്റെ R1 റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കേസസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബയേഴ്സ് ആക്ടിവേറ്റ് ആവുകയും ബയേഴ്സ് അവിടെ ബൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഉള്ളപ്പം അവരുടെ സ്റ്റോപ്പ് ലോസസ് ഒക്കെയാണ് താഴത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അങ്ങനെയാണ് ഞാൻ ഇത് എക്സാക്ട്ലി കറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ 90% കറക്റ്റ് ആവാറുണ്ട്. നമ്മൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റോപ്പ് ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദിസ് ഗെയിം. നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമുക്ക് മാർക്കറ്റിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് പണിയെടുക്കണം, ഇതിൻ്റെ അകത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ റെഡിയായിരിക്കണം. സോ ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ലോജിക്ക് ഞാൻ ട്രേഡ് എടുക്കുന്നതിൻ്റെ. ഇപ്പം മാർക്കറ്റ് ട്രേഡേഴ്സ് നമ്മുടെ ലൈനിൻ്റെ താഴത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാക്ട്ലി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ട്രേഡിൽ എൻട്രി എടുത്തേക്കാം. ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ട്രേഡേഴ്സ് 5500 പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത്. 90 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. 789.45 ആവറേജ് നമ്മുടെ ബൈയിങ് പ്രൈസ് കിട്ടിയത്. ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നെഗറ്റീവിൽ. ട്രേഡ് എടുത്ത ഉടനെ തന്നെ മാർക്കറ്റ് നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മേളിലോട്ടാണ്. ഓക്കെ, എടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു. ഞാൻ നമ്മുടെ ലൈനിൻ്റെ താഴത്ത് ക്ലോസ് കിട്ടിയതുകൊണ്ടും അവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ്, മീൻസ് തോന്നിയത് കൊണ്ടുമാണ് ഞാൻ അവിടെ ഒരു എൻട്രി എടുത്തത്. ഓക്കെ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. എൻട്രി എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാം. ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങേണ്ടി വരും. നമുക്ക് ആവറേജ് 789.45 കിട്ടിയത്. അപ്പോൾ 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഗുലർ കൊടുക്കുന്ന 751 752 753 കൊടുക്കാം. ഓക്കെ, 0.45 അല്ലേ കിട്ടി. അപ്പം 752 53 കൊടുക്കാം. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സലാണ് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈൻ ഏതായാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണ് മേളിലോട്ട്. സോ ക്ലോസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മുടെ എൻട്രിയും എക്സിറ്റും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് ട്രേഡേഴ്സ് നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78 പോയിൻറ്റ്സ് എക്സാക്ട്ലി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സായി പോയത്. 78 പോയിൻറ്റ്സ്. നമ്മളുടെ ടാർഗറ്റ് വന്നിട്ട് 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും കൂടി ആയിരിക്കും. ഇതാണ് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിരിക്കുന്നത്. ജസ്റ്റ് റിവേഴ്സൽ കാണിക്കുന്നുണ്ട്, റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഫേക്ക് ആവാനും ചാൻസസ് ഉണ്ട്. സോ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് മേലിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈയെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതിന് മുന്നേ ചിലപ്പോൾ റിവേഴ്സൽ ആവും. ഓക്കെ, അത്യാവശ്യം ഗ്രീനിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതല്ല, റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അത്യാവശ്യം നല്ല റിജക്ഷൻ. ഈ ഒരു ക്യാൻഡിൽ 2000 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ടാർഗറ്റിലേക്ക് വെച്ചേക്കാം. നമുക്ക് 7839 ഓക്കെ, ശരിയാണല്ലോ അല്ലേ? 789 8 ഓക്കെ,
839 ഇപ്പോൾ ഒരു 820 റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ 839 നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓവറോൾ ഒരു 4000 പ്ലസ് 5000 അടുപ്പിച്ചൊരു പ്രോഫിറ്റാണ് ഇന്ന് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അത്യാവശ്യം ഈ ഓക്കെ പറയുന്നതിനൊരു പുള്ളി കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. അതറിയാതെ വരുന്നത് ഇത് നമ്മൾ എഡിറ്റഡ് അല്ലല്ലോ മച്ചാനെ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാൻ നോക്കിയിരുന്നു നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ. ഓവറോൾ ഒരു 4500 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. അത്യാവശ്യം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. ഇനിയിപ്പോൾ ഈ ട്രേഡിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്തു, താഴത്തോട്ട് വന്ന് അവിടെ റിട്രേസ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈൻ്റെ തൊട്ടടുത്ത് നമ്മൾ ബൈ ചെയ്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ടാണ് മാർക്കറ്റ് അവിടുന്ന് റിജക്ഷൻ ചെയ്ത് സെയിം ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസും സെയിം ക്യാൻഡിൽ തന്നെ ടാർഗറ്റും എന്ന ലെവലിലേക്കാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നത്. അങ്ങനെ ഓവറോൾ നമ്മളൊരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു 1 മിനിറ്റേ നമുക്ക് ഇന്നത്തെ ട്രേഡിൽ എടുത്തുള്ളൂ. ജസ്റ്റ് നമ്മളൊരു 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 4500 അടുപ്പിച്ച് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വളരെ സിമ്പിളായിരുന്നു. ഇനിയിപ്പോൾ ട്രേഡുകൾ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് P&L പറ്റിയൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇടുന്ന കാണാം. ഞാൻ എൻ്റെ P&L കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും കോഴ്സ് സെല്ല് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ വെച്ച് കാണിക്കാം. അല്ലാതെ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കൂടെ എൻ്റെ P&L കാണിച്ച് ഷോ കാണിച്ചിട്ട് എന്താ കാര്യം? ഇനി ഞാൻ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അതുകൊണ്ട് കാര്യമില്ല. ഏതായാലും താങ്ക് യു, ബൈ.